ബലിപ്പെരുന്നാളാണ്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭാഷാവർണ്ണ വ്യത്യാസമില്ലാതെ മക്കയിൽ ഹജ്ജിനായി ഒരുമിച്ചുകൂടിയ ജനലക്ഷങ്ങളുടെ സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും വിളംബര വേള കൂടിയാണ് പെരുന്നാൾ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എങ്ങും അത്തറിന്റെയും ബിരിയാണിയുടെയും പുത്തനുടുപ്പുകളുടെയും മണം, കൈകളിൽ ചെഞ്ചോപ്പണിഞ്ഞ മൈലാഞ്ചി, അന്തരീക്ഷത്തിൽ വിശുദ്ധ പുസ്തക പാരായണത്തിന്റെ അലയൊലികൾ. വൃത്തിയാക്കി അണിയിച്ചൊരുക്കിയ മസ്ജിദുകൾ. ത്യാഗബലിയുടെ ഓർമ്മകളിലാണ് ഇസ്ലാം മതവിശ്വാസികൾ വലിയ പെരുന്നാൾ കൊണ്ടാടുന്നത്. വേർതിരിവുകൾക്കതീതമായി നടക്കുന്ന ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തിയാണ് വിശ്വാസിക്ക് ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ പുത്രനായ ഇസ്മായിലിനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയറുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ. ബലിപെരുന്നാൾ ആഘോഷം എന്നതിനപ്പുറത്ത് പരസ്പരം തിരിച്ചറിയാനും കൊടുക്കൽ വാങ്ങലുകൾക്കുമുള്ള ഒരു ദിനമായിട്ടാണ് മുസ്ലിങ്ങൾ ആചരിക്കുന്നത്. അഥവാ മറ്റുള്ളവരെ സഹായിക്കാനും സഹായാനുഭൂതി അത് പ്രചരിപ്പിക്കാനും സ്വന്തം അയൽക്കാരെയും കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് പിടിക്കാനും എല്ലാമുള്ള പുണ്യങ്ങളാണ് ആ ദിനത്തിൽ മുഴുവനും. മസ്ജിദുകൾ വൃത്തിയാക്കി അലങ്കരിക്കൽ ഒരാഴ്ച മുന്നേ തുടങ്ങും. മൈലാഞ്ചി അരച്ച് കൈത്തടം ചുവപ്പിക്കുന്നത് പെരുന്നാൾ തലേന്ന് രാത്രിയാണ്. നാട്ടിൻപുറങ്ങളിൽ പുലർച്ചെ തന്നെ അറവുമാടുകളെ അറുത്തു തയ്യാറാക്കും. ഉച്ചയാകുന്നതോടെ കൊതിപ്പിക്കുന്ന ബിരിയാണി മണം പരക്കും. അയൽവീടുകളും ബന്ധുവീടുകളും സന്ദർശിക്കുക വലിയ പെരുന്നാൾ ദിനത്തിലെ പ്രിയപ്പെട്ട സന്തോഷമാണ്. ഏവർക്കും റിപ്പോർട്ടർ ടിവിയുടെ ബലിപെരുന്നാൾ ആശംസകൾ. जिसके लिए महफिल कौनैन सजी है, फिरदौस बरी जिसके वसीले से बनी है. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.